ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. ഇൻ ഉരീദു ലിൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ബഹുമാനരായ സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് സൂറ അൽ ഖമർ ആണ്. അൽ ഖമറിൻ്റെ ആദ്യത്തെ ആയത്തുകളാണ് പഠിക്കുന്നത്. ഇതിൻ്റെ ഒരു അവതരണ പശ്ചാത്തലം നോക്കുകയാണെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക ജീവിതത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിലാണ് ഇത് അവതരിക്കുന്നത്. ഇത് അവതരിച്ച സ്ഥലം അല്ലെങ്കിൽ ഈ സൂറത്തിൻ്റെ അവതരണത്തിൻ്റെ പശ്ചാത്തലമായ സ്ഥലം മിന എന്ന് വിളിക്കുന്ന, നമ്മൾ ഹജ്ജിന് ഒക്കെ പോകുമ്പോൾ ഹജ്ജിന് രാത്രി താമസിക്കുന്ന സ്ഥലമുണ്ടല്ലോ, രാത്രി ദുൽഹജ്ജ് 8 അന്ന് രാത്രി താമസിക്കുന്ന സ്ഥലം. ദുൽഹജ്ജ് 8 അന്ന് തുടങ്ങി ദുൽഹജ്ജ് 12 വരെ ഏറ്റവും ചുരുങ്ങിയത് ഹജ്ജിന് പോകുമ്പോൾ രാത്രി താമസിക്കുന്ന സ്ഥലം. ചില ആളുകൾ നേരത്തെ തന്നെ പോയിട്ട് അവിടെ താമസിക്കും. ദുൽഹജ്ജ് 6 മുതൽ തന്നെ പോയിട്ട് താമസിക്കും. ഇവിടെ വെച്ചിട്ടാണ് ഈ സംഭവം, ഈ സൂറത്തിൻ്റെ അവതരണത്തിന് ആസ്പദമായിട്ടുള്ള സംഭവം അരങ്ങേറിയത്. ഈ മിന താഴ്വരയുടെ അവിടെ ആളുകൾ ഒരുമിച്ച് കൂടി നിൽക്കുമ്പോൾ അള്ളാഹു പെട്ടെന്ന്, അതായത് ഒരു മാസം, ഒരു അറബി മാസത്തിന്റെ 14-ാം രാവിലാണ്. 14-ാം രാവിന്റെ പ്രത്യേകത, അന്ന് ചന്ദ്രൻ പൂർണ്ണചന്ദ്രനായിരിക്കും, അല്ലെ? പൂർണ്ണചന്ദ്രൻ രണ്ടായിട്ട് പിളർന്നു. ഒരു ഭാഗം ഒരു മലയുടെ മുകളിലും മറ്റൊരു ഭാഗം മറ്റൊരു മലയുടെ മുകളിലും ഇങ്ങനെ ദൃശ്യമായി. ഏതാനും നിമിഷങ്ങളാണ് അത് നീണ്ടു നിന്നത്. പക്ഷെ ഒരുപാട് പേര് അതിന് സാക്ഷിയായി. അപ്പോ ഇത് സാക്ഷിയായപ്പോ സ്വാഭാവികമായിട്ടും അതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, നിങ്ങളിപ്പോൾ ഈ കണ്ട കാര്യം ഇത് അള്ളാഹുവിന്റെ ഒരു ദൃഷ്ടാന്തമാണ്. എന്ത്? ചന്ദ്രൻ പിളർന്നു എന്നുള്ളത്. എങ്ങനെയാണ് അത് ദൃഷ്ടാന്താവുക? അതൊരു കൃത്യമായിട്ടുള്ള ഒരു സൂചനയാണ്. എന്തിനുള്ള സൂചനയാണ്? അന്ത്യനാളിലേക്കുള്ള ഒരു സൂചനയാണ് കേട്ടോ. അന്ത്യനാളിലേക്കുള്ള ഒരു സൂചന. എങ്ങനെയാണ് അന്ത്യനാളിലേക്കുള്ള ഒരു സൂചന ആവുക? അന്ത്യനാളിൽ എന്താ സംഭവിക്കുക? ആകാശം പൊട്ടിപ്പിളരും, സൂര്യചന്ദ്രാദികൾ ഉതിർന്നു വീഴും, ഗോളങ്ങള് അവരുടെ പരസ്പരമുള്ള കണക്ഷൻ മാറിയിട്ട് അത് തകർന്ന് താഴേക്ക് വീഴും, സമുദ്രത്തിന് തീപിടിക്കും, അല്ലെ? ഒരുപാട് പർവ്വതങ്ങള് കടഞ്ഞെടുത്ത രോമം പോലെ പറന്ന് നടക്കും. ആകാശം മൊത്തത്തിൽ പൊട്ടിപ്പിളരും. ഇങ്ങനെയൊക്കെ ഒരുപാട് സംഭവം. ഇതൊക്കെ അന്ത്യനാളിന്റെ അടയാളങ്ങളാണ്, ലക്ഷണങ്ങളാണ്. ഇപ്പൊ നിങ്ങൾ കണ്ട ഈ ചന്ദ്രൻ ഇങ്ങനെ പിളർന്നു എന്നുള്ളത് പിന്നെ അന്നത്തെ അവിശ്വാസികളോടടക്കം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, നിങ്ങൾ ഇത് അന്ത്യനാളിന്റെ അടയാളമായിട്ട് കാണണം. സ്വാഭാവികമായിട്ട് ആ സംഭവത്തെ കുറിച്ച് അവിശ്വാസികളായ ആളുകൾ പറഞ്ഞു, ഇതിപ്പോ എന്താണ്? ഇതിപ്പോ മുഹമ്മദിനെ കുറിച്ച് നമ്മൾ പറയുന്നില്ലേ, എന്താണ് ഇവനൊരു മാജിക്കാരനാണെന്ന് നമ്മൾ പറയാറില്ലേ? ആ മാജിക്കാണ് ഇപ്പൊ കാണിച്ചത്. നമ്മുടെ കണ്ണ് കെട്ടിക്കളഞ്ഞു. നമ്മളെ കൺകെട്ട് വിദ്യയാണ് മുഹമ്മദ് കാണിച്ചത്. അതല്ലെങ്കിൽ പിന്നെ നേരത്തെ തന്നെ നമ്മൾ ആരോപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജാലവിദ്യ, അതാണ് മുഹമ്മദ് കാണിച്ചത്. ഇതാര് പറയുന്നതാണ്? അന്നത്തെ സത്യനിഷേധികളുടെ ഒരു വർത്താനമാണ് ഇത്. ശരിക്കും എന്താണ് സംഭവം എന്ന് ചോദിച്ചാല്, പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ്. എന്ന് പറഞ്ഞാല്, അങ്ങനെ നേരത്തെ അള്ളാഹു അറിയിച്ചു, ഇന്ന ദിവസം ഇത്ര മണിക്ക് ഇന്ന സ്ഥലത്ത് വെച്ചിട്ട് ചന്ദ്രൻ പിളരും, നമ്മളെല്ലാവരും കൂടെ പോയി കാണുക എന്ന് പറഞ്ഞിട്ട് പോയി കണ്ടതല്ലാതെ. അങ്ങനെയാണെങ്കിൽ അത് കൃത്യമായി ഹദീസുകളിലെ റിപ്പോർട്ടിൽ വരുമായിരുന്നു. മറിച്ച് ഇത് ഹദീസുകളിൽ വന്നിട്ടുള്ള നിവേദനങ്ങൾ, ആ റിപ്പോർട്ടുകളൊക്കെ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാല്, ഇത് അവിടെ കൂടി മിനായിൽ യാദൃച്ഛികമായിട്ട് കുറച്ചു പേര് കൂടി നിന്നിരുന്നു. കാരണം
പലതരം അവിടുത്തെ ഒരു മാർക്കറ്റും അവിടുത്തെ ഒരു പിന്നെ ഒരു അയൽപക്കം അങ്ങനെയുള്ള ഒരു നെയ്ബർഹുഡാണ് മിന അല്ലെ. മക്കയില് ആളുകൾ താമസിക്കുകയും ആളുകൾ വരികയും പോവുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രദേശമാണ്. അപ്പൊ അവിടെ വെച്ച് ഈ ഒരു രാത്രി 14 ഒരു മാസത്തിന്റെ പകുതിക്ക് വെച്ചിട്ട് ആളുകൾ നോക്കി നിൽക്കാതെ ചന്ദ്രൻ ഇങ്ങനെ പിളർന്നു. അപ്പൊ കണ്ടവരൊക്കെ കണ്ടു. എന്താണ് സംഭവിച്ചത്? ഈ ചന്ദ്രൻ ഇങ്ങനെ പിളർന്നിട്ട് ഒരു ഭാഗം ഒരു പർവ്വതത്തിന്റെ മുകളിലും മറ്റൊരു ഭാഗം പർവ്വതത്തിന്റെ മുകളിൽ ആകാശത്തേക്ക് നോക്കുമ്പോ പർവ്വതത്തിന്റെ മുകളിലായിട്ട് തോന്നുന്നതാണ്, സ്വാഭാവികമാണല്ലോ നമ്മളിപ്പോ നോക്കുമ്പോ അല്ലെ, അങ്ങനെയാണ് തോന്നുന്നത്. അപ്പം ശരിക്കും ഹദീസുകൾ വെച്ചിട്ട് പണ്ഡിതന്മാർ ഈ വിഷയത്തില് പലപ്പോഴും പിന്നെ പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതിൻ്റെ അകത്തുണ്ടായി. കാരണം ഇത് ചിലര് പറഞ്ഞു അത് അങ്ങനെയല്ല, ഇത് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല, ഇത് ചന്ദ്രൻ പിളർന്നിട്ടൊന്നുമില്ല. ഇവിടെ ഈ പറയുന്നത്, ഈ സൂറത്തിൽ പറയുന്ന സംഗതി അന്ത്യനാളിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം മുൻകൂട്ടി പറയുന്ന ഒരു സംഗതിയാണ് ഇത് എന്ന് പറഞ്ഞിട്ടുണ്ട് ചില പണ്ഡിതന്മാർ. പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാല്, ചന്ദ്രൻ പിളർന്നു എന്നുള്ളത് ഒരു കൃത്യമായ ആയത്തായിട്ട് അള്ളാഹു ഇവിടെ എണ്ണി പറയുന്നുണ്ട് ഈ സൂറത്തിൽ തന്നെ. അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ പിളർന്നിട്ടുണ്ടാവണം അല്ലെ, അനിവാര്യമായി പിളർന്നു. പക്ഷെ സാധാരണഗതിയിൽ അത് സംഭവിക്കേണ്ടിയിരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് ആവശ്യപ്പെടുക. കാരണം ആളുകൾ വിശ്വസിക്കുന്നില്ല. അപ്പോ ഏതെങ്കിലും ഒരു അടയാളം കാണിച്ചു കൊടുക്കുക അള്ളാഹു എന്ന് പറഞ്ഞിട്ട് പറയുകയാണെങ്കിലാണ് അതിനൊരു അടയാളാവുള്ളൂ അല്ലെ, അപ്പോഴേ ഒരു അടയാളാവുള്ളൂ. അപ്പൊ നബിക്ക് എന്ത് ചെയ്യാൻ, ഇതാ നിങ്ങൾ പറഞ്ഞല്ലോ അന്ത്യനാൾ വരൂല, അതിന് തെളിവ് ഞാൻ കാണിക്കാൻ പോണു, അള്ളാഹു കാണിക്കാൻ പോകുന്നു, നമുക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാം, മിനയിൽ ഒരുമിച്ച് കൂടാം. ഇങ്ങനെ പറഞ്ഞിട്ടല്ല അത് സംഭവിച്ചിട്ടുള്ളത്. പിന്നെയോ യാദൃച്ഛികമായി അവിടെ സംഭവിച്ചതാണ്. അപ്പൊ അള്ളാഹുവിന്റെ ഉദ്ദേശം എന്തായിരിക്കും അങ്ങനെ കാണിച്ചതില്? കാണിച്ചിട്ട് വിശ്വസിപ്പിക്കേണ്ട ആവശ്യമില്ല, നബിയെ രക്ഷിച്ചതായിരിക്കും. അവര് ഭയങ്കര ഉപദ്രവിക്കുന്നുണ്ടല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതെ, അതുകൊണ്ടാ പറയുന്നത് അങ്ങനെ ഉപദ്രവിക്കുന്നതിൽ നിന്ന് രക്ഷിക്കുക എന്നാണെങ്കിൽ നേരത്തെ തന്നെ നബിക്ക് വഹി കൊടുത്തിട്ട് പറയാലോ, ഇതാ ഇന്ന ദിവസം ഇത്ര മണിക്ക് ഇന്ന സ്ഥലത്ത് നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയാൽ ഇപ്പൊ നിങ്ങൾക്ക് ചന്ദ്രൻ പിളരുന്നത് കാണാം എന്ന് മാത്രമല്ല, അതൊരു 1 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 2 മണിക്കൂർ ഇങ്ങനെ ചന്ദ്രൻ പിളർന്നു നിൽക്കുന്നത് കാണാമായിരിക്കും അല്ലെ, കാണേണ്ടതാണ്. പക്ഷെ അങ്ങനെയൊന്നും അല്ല. അപ്പൊ ഇത് അള്ളാഹു ശരിക്കത് ചെയ്തത് അന്ത്യനാൾ അടുത്തതാണെന്ന് പറഞ്ഞു. അന്ത്യനാള് അടുത്തതാണ് എന്ന് തെളിയിക്കാനുള്ള ഒരു പെട്ടെന്നുള്ള ഒരു യാദൃച്ഛികമായി അവർക്ക് കാണിച്ചു കൊടുത്താണ്. പിന്നെ ഇത്തരം ദൃഷ്ടാന്തങ്ങൾ പ്രപഞ്ചത്തിൽ നിത്യേന സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ. ഉൽക്കകൾ വീഴുന്നു, ധൂമകേതുക്കൾ വീഴുന്നു, പിന്നെ പലപ്പോഴും പല ഗ്രഹങ്ങളും ചിലപ്പോ അങ്ങനെ ഉണ്ടല്ലോ. നമ്മളിപ്പോ ശരിക്കും ശാസ്ത്രം പഠിക്കുകയാണെങ്കിൽ ഇപ്പൊ തന്നെ മനസ്സിലാവല്ലോ, പല ഗ്രഹങ്ങളും ഒന്നായിരുന്നു മുമ്പ്, പിന്നെ അത് പൊട്ടിപ്പിളർന്നിട്ട് വേറെ ആയതാണ്. ചിലതിപ്പോ വീണ്ടും ഒരുമിച്ച് കൂടുന്നുണ്ട്. ഇപ്പൊ തന്നെ നമ്മൾ സമുദ്രം, കരയും കടലും നോക്കൂ. ഏതാനും വർഷങ്ങൾ കഴിഞ്ഞാല് ഇപ്പൊ മാലിദ്വീപ് എന്ന് പറഞ്ഞിട്ടൊരു ദ്വീപ് ഉണ്ടല്ലോ, മാൽദീവ്സ്, അതില്ലാണ്ടാവുന്ന പറയുന്നത് മാൽദീവ്സ്. കാരണം അത് മൊത്തം കടലെടുത്ത് പോകുന്ന പറയുന്നത്. അതുകൊണ്ട് പോകാനുണ്ടെങ്കിൽ വേഗം തന്നെ പോയിക്കോളും. ഇപ്പൊ ഇവിടുന്ന് പ്രത്യേകിച്ച് അവിടെ ക്വാറന്റൈൻ ഒന്നും വേണ്ട, പെട്ടെന്ന് പോയി വരാം. അപ്പം അല്ല, വർഷങ്ങൾ കഴിഞ്ഞാല് മാൽദീവ്സ് കടലെടുത്ത് പോകും, ശ്രീലങ്കയുടെ നല്ലൊരു ഭാഗം പോകും, കൊച്ചിയുടെ നല്ലൊരു ഭാഗം പോകും എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ആഫ്രിക്കയിലെ ദക്ഷിണാഫ്രിക്ക, സദേൺ ആഫ്രിക്കൻ പലയിടത്തും പല പിന്നെ ദ്വീപുകളും, ചെറിയ ചെറിയ ദ്വീപുകളൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ ദ്വീപുകളുണ്ട് അവിടെ. കരീബിയൻ ദ്വീപ്സ് ഉണ്ട്. ഇതൊന്നും കുറച്ച് കഴിഞ്ഞ് ഉണ്ടാവില്ല എന്നാ പറയുന്നത്. പിന്നെ ഇതൊക്കെ പ്രപഞ്ചത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, ഇതൊക്കെ ഇപ്പൊ നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവും. പക്ഷെ അന്നിപ്പോ ഗോളശാസ്ത്രം വികസിക്കാത്ത സന്ദർഭത്തിൽ അതൊന്നും പറഞ്ഞ ആളുകൾക്ക് മനസ്സിലാവൂല. അപ്പൊ ഒരു സംഭവം പെട്ടെന്ന് അള്ളാഹു കാണിച്ചു കൊടുത്തു. അതേസമയം ഇങ്ങനത്തെ ഒരു പ്രപഞ്ച സത്യം കാണിച്ചു കൊടുത്തിട്ട് ആളുകളെ വിശ്വസിപ്പിക്കേണ്ട ഒരു അവസ്ഥ അള്ളാഹു വരുത്തിയിട്ടില്ല ഒരിക്കലും. കാരണം എന്താ, അങ്ങനെ ഒരു അത്ഭുതം കാണിച്ചിട്ടല്ല ജനങ്ങളെ വിശ്വസിപ്പിക്കേണ്ടത്. മറിച്ച് നിരന്തരമായി വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ, പ്രപഞ്ചത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സൂര്യന്റെ പ്രവർത്തനം, ചന്ദ്രന്റെ പ്രവർത്തനം, നക്ഷത്രങ്ങള്, ഗോളങ്ങൾ, ശരീരം, നമ്മുടെ സ്വന്തം ശരീരം നോക്കിയാൽ പോരെ. നമ്മൾ ശ്വസിക്കുന്നു, നമ്മളുടെ ഹൃദയം പിടിക്കുന്നു,
നമ്മുടെ രക്തം പമ്പ് ചെയ്യുന്നു, നമ്മുടെ കോശങ്ങള്, നമ്മളുടെ നാഡീഞരമ്പുകള്, നമ്മളുടെ ശരീരത്തിൽ നടക്കുന്ന മൊത്തം പ്രവർത്തനത്തെ കുറിച്ചൊക്കെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ആളുകൾക്ക് എന്ത് ചെയ്യാം, അള്ളാഹുവിനുള്ള വിശ്വാസം ഉണ്ടായി വരാം. അപ്പൊ അതൊന്നും ചെയ്യാതെ എനിക്ക് ആകാശത്ത് ഇങ്ങനെ അള്ളാഹ് വന്നിട്ട് നേരിട്ട് ഒരു ദിവസം പ്രത്യക്ഷപ്പെട്ടിട്ട് പറയണം, മക്കളെ ഇതാ വിശ്വസിച്ചോ എന്ന് പറഞ്ഞാലേ വിശ്വസിക്കൂ എന്ന് പറയുന്ന ആളുകൾക്ക് ഒരിക്കലും അള്ളാഹു എന്താവൂല, പ്രത്യക്ഷപ്പെടില്ല. അങ്ങനെ പ്രപഞ്ചത്തിലെ സംഗതികൾ അള്ളാഹു കാണിച്ചു കൊടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകില്ല. ഇത് വളരെ വ്യക്തമായിട്ട് അള്ളാഹു പറയുന്ന സംഗതിയാണ്. അതേ സന്ദർഭത്തിൽ ഈ ഒരു സംഭവത്തെയും അള്ളാഹു ഒരു പരീക്ഷണ ഉപാധിയാക്കാണ്. ഈ ഒരു സംഭവവും ആളുകൾക്ക് എന്താണ്, പരീക്ഷണം. ഇത് കണ്ടിട്ടും ഇത് വ്യക്തമായി കണ്ട ആളുകളടക്കം പിന്നീട് നിഷേധിച്ചു. മനസ്സിലായോ? വ്യക്തമായി ഈ ചന്ദ്രൻ പിളർന്നിട്ട്, കാരണം എന്താ, വ്യക്തമായി ചന്ദ്രൻ പിളർന്നത് കണ്ടിട്ടും ആളുകൾ അവിശ്വസിക്കുന്നതിന്റെ അർത്ഥം എന്താ? അവർക്ക് ഇനി ഇപ്പൊ അവരെ വിളിച്ചിട്ട് എന്നാ വാ നമുക്കൊന്ന് പരലോകത്ത് പോയി വരാം എന്ന് പറഞ്ഞിട്ട് അള്ളാഹു അവരെ പരലോകത്തേക്ക് കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തിട്ട് തിരിച്ചു ഭൂമിയിൽ എത്തിയാല് അവര് പറയുമേ അതൊക്കെ ഒരു സ്വപ്നമായിരുന്നു, അല്ലെങ്കിൽ അതൊക്കെ ഒരു കൺകെട്ടായിരുന്നു എന്നൊക്കെ പിന്നെ പറയും. അപ്പം ശരിക്കും വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ തെളിവുകൾ ഒരുപാടുണ്ട്. ഇതാണ് അള്ളാഹുവിന്റെ ആവർത്തിച്ച് ഖുർആനിലൂടെ അള്ളാഹു സമർത്ഥിക്കുന്നത്. അതാണ് നിങ്ങൾ ഇന്നഫി ഖൽഖിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പില്, വഖ്തിലാഫിൽ ലൈലി വന്നഹാർ, രാപ്പകലുകൾ മാറി മാറി വരുന്നതിൽ, സൂറത്തുൽ ബഖറയില് അത് പറയുന്നുണ്ട്, സൂറത്ത് ആലിമ്രാനിൽ പറയുന്നുണ്ട്. നിങ്ങള് ഇതൊക്കെ തന്നെ നോക്കിയാൽ, നിങ്ങൾക്ക് ചുറ്റും ഒന്ന് കണ്ണു തുറന്ന് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അള്ളാഹുവിനെ കണ്ടെത്താം. നിങ്ങൾക്ക് മനസ്സിലാകും പരലോകം ഉണ്ടാകുന്നു, ഈ പ്രപഞ്ചം നശിക്കും. ഇപ്പൊ സ്റ്റീഫൻ ഹോക്കിങ് കുറച്ചു മുമ്പ് പറഞ്ഞു 200 വർഷമാണ് പരമാവധി ഈ ഭൂമിക്ക് ആയുസുള്ളത് പറഞ്ഞു. അപ്പൊ ഇപ്പൊ ആളുകൾക്കൊക്കെ കുറച്ച് അങ്ങനെ ഉണ്ടോ, സ്റ്റീഫൻ ഹോക്കിങ് ആണോ പറഞ്ഞത്, എന്നാ പിന്നെ വിശ്വസിച്ചേക്കാന്നുണ്ട്. അപ്പൊ തെളിവോ, അയാൾ എന്തൊക്കെയോ തെളിവ് പറഞ്ഞു. ഇത് അള്ളാഹു വളരെ ആവർത്തിച്ച് ഖുർആനിൽ മനുഷ്യനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്ക് എന്തിനൊക്കെ ആദ്യമുണ്ടോ അതിനൊക്കെ അവസാനമുണ്ട്. ശരി, അപ്പോ സൂറത്തുൽ ഖമർ, ഈ ചന്ദ്രൻ, ഇതിന്റെ പേര് തന്നെ എന്താണ്, അൽ ഖമർ, പൂർണ്ണചന്ദ്രൻ എന്നുള്ളതാണ്. വേറെ സൂര്യനെ കുറിച്ചൊരു സൂറത്ത് ഉണ്ട് അല്ലെ, അശംസ് അല്ലെ, സൂറത്തു ഷംസ് ഉണ്ട്, സൂര്യൻ. അപ്പൊ ഇതൊക്കെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട സംഗതികളാണ്. ഈ പ്രപഞ്ചത്തിലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രതിഭാസങ്ങൾ, ഇതിലെ അള്ളാഹുവിന്റെ പിന്നെ അടയാളങ്ങള്. ഇത് ശരിക്കും ഇതിനെ കുറിച്ചൊക്കെ ആലോചിച്ചു കഴിഞ്ഞാല് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങൾ ഇതിലൊക്കെ പഠിക്കാനുണ്ട് നമുക്ക്. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളോട് പറയുന്ന ഒരുപാട് പ്രധാനപ്പെട്ട പിന്നെ ഇത്തരം ദൃഷ്ടാന്തങ്ങളെ യഥാർത്ഥത്തിൽ വായിക്കാനും മനസ്സിലാക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അത് ഈ സൂറത്തുൽ ഖമറിന്റെ ഒരു ആമുഖമാണ് കേട്ടാ. അപ്പൊ എപ്പോഴാണ് ഇത് സംഭവം ഓർക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞത് എപ്പോഴായിരുന്നു ഈ സംഭവം? ഹിജ്റക്ക് 5 വർഷം മുമ്പ് എന്ന് പറഞ്ഞാല് നുബൂവത്തിന്റെ 8ാം വർഷം അല്ലെ. ഹിജ്റ നുബൂവത്തിന്റെ 13ാം വർഷമുള്ളൂ ഹിജ്റ സംഭവിക്കുന്നത് അല്ലെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏതാണ്ട് ഒരു 48 വയസ്സൊക്കെ ആയപ്പോഴാണ് ഈ സംഭവം. എവിടെ വെച്ചാ നടന്നത്? താഴ്വരയിൽ വെച്ച്. ഓക്കെ, ഒരു അറബി മാസത്തിന്റെ 14-ാം തീയതി ആ സമയത്താണത്. ഏത് മാസമാണെന്നുള്ളതൊന്നും കൃത്യമായിട്ട് കണക്കിലില്ല. ഓക്കെ.